ഗൈസ്, ആസ്റ്റർ ഹിയർ ബാക്ക് അഗെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽമി X3 ഒരു ലോങ് ടേം റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ കുറേയധികം നാളുകളായിട്ട് ഞാൻ ഈ ഒരു ഫോൺ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബേസിക്കലി ഞാൻ കുറേയധികം നാൾ യൂസ് ചെയ്തതിന് ശേഷമുള്ളൊരു ലോങ് ടേം റിവ്യൂ ആയിരിക്കും ഒരു വീഡിയോ. അപ്പോൾ ഇതിലോട്ട് സമയം വേസ്റ്റ് ആക്കണ്ട, ലെറ്റ്സ് ഡൈവ് ഇൻ. സോ അന്ന് എനിക്ക് ഈ ഒരു ഫോണിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിതിന് ജസ്റ്റ് അൺബോക്സിംഗ് പോലെ ബോക്സ് കണ്ടൻസ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള ജസ്റ്റ് കണ്ടൻസിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്കത് നോക്കിയതിന് ശേഷം നമുക്ക് ആക്ച്വൽ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി X3 ഒരു ബോക്സ് പാക്കേജിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് ഈ ഒരു യെല്ലോ ബോക്സ് ആണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബോക്സ് ആണ്. അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് സാർ വാല്യൂ ഉള്ളത് കുറച്ച് പേപ്പേഴ്സും വാറണ്ടി ഇൻഫർമേഷൻസ്, അതൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും അങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സും, പിന്നെ ഒരു ചെറുതായിട്ടൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു TPU കേസുമാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ ഫസ്റ്റ് കാണാൻ പറ്റുക. പിന്നെ താഴേക്ക് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ റിയൽമി X3 തന്നെ ഉണ്ട്. അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. 30 വോട്ട്സിൻ്റെ ഒരു സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പവർ ബ്രിക്ക് ആണ് വരുന്നത്. അതുപോലെ നമുക്കൊരു Type C കേബിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ Type C കേബിൾ നോക്കിയിട്ട് കാണാൻ പറ്റും നമുക്കൊരു യെല്ലോ ആക്സെൻ്റ് ഒക്കെ ഉള്ള രീതിയിലുള്ള ഒരു Type C കേബിളാണ് നമുക്ക് ആക്ച്വലി ഫോണിൽ ബോക്സിൽ കിട്ടുന്നത്. പിന്നെ നമുക്ക് അത് കൂടാതെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിം ഇജക്ടർ ടൂളും താഴെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്തുള്ള കണ്ടൻസ് എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ആക്ച്വൽ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി സെക്ഷൻ വെച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ ഒരു റിയൽമി X3 ആ ഒരു ഡിസൈൻ വെച്ച് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പുതുമയൊന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. റിയൽമിൻ്റെ കുറേയധികം സ്മാർട്ട് ഫോൺസ്, അതായത് റിയൽമിൻ്റെ തന്നെ 6ഉം 5ഉം അതേപോലെ കുറച്ചധികം സീരിയസ്ലി കണ്ടിട്ടുള്ള അതേ സെയിം ഡിസൈനാണ്. അതായത് അതേ സെയിം ഡിസൈൻ, വെർട്ടിക്കൽ ക്യാമറ പ്ലേസ്മെൻറ്റ് എല്ലാം അതേപോലെ തന്നെയാണ്. നമുക്കൊരു പുതുമ എന്ന് പറയുന്നതിലൊന്നുമില്ല. ബട്ട് ഡിസൈൻ കാലത്ത് നമുക്ക് ഡിസൈൻ അടിപൊളിയാണ്. ബട്ട് ഒരു എന്താ പറയുക ഔട്ട്ഡേറ്റഡ് ഡിസൈൻ എന്ന് വേണം മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ BBK ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു OnePlus നോഡിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും എല്ലാം പ്രിറ്റി സിമിലർ ആണെന്നാണ് നമുക്ക് പറയാൻ വേണ്ടി. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു വെൽ ബിൽറ്റും അതേപോലെ നല്ല രീതിയിലുള്ള നല്ല ഡിസൈനുള്ള ഔട്ട്ഡേറ്റഡ് ആണെങ്കിലും നല്ല ഡിസൈനും കാരണം സ്റ്റഡി ആയിട്ടുള്ള ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയൊക്കെയാണ് നമുക്ക് ഈ ഒരു ഫോണിൽ ആക്ച്വലി കിട്ടുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പവർ ബട്ടൺസും വോളിയം റോക്കേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പവർ ബട്ടണാണ്. അപ്പോൾ ഇപ്രാവശ്യം ഇത് AMOLED സ്ക്രീൻ അല്ല, അത് ആദ്യമേ പറഞ്ഞേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒന്നും ഇതിൽ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പവർ ബട്ടണിലാണ് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എംബഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വോളിയം റോക്കേഴ്സ് കാണാൻ പറ്റും. ടോപ്പിൽ pretty much ഒന്നും തന്നെ ഇല്ല. പിന്നെ ബോട്ടം സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു Type C കണക്ടർ, അതായത് പോർട്ട് കാണാൻ പറ്റും. അതേപോലെ നമുക്ക് സ്പീക്കർ യൂണിറ്റും കാണാൻ പറ്റും. പിന്നെ സിം സെക്ഷനും കാണാൻ പറ്റും. ഇപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഒരു കാര്യങ്ങൾ എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഇനി ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു വെർട്ടിക്കലി അലൈൻഡ് ആയിട്ടുള്ള ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ആണുള്ളത്. പിന്നെ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു പിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഡ്യുവൽ സെൽഫി ക്യാമറ മൊഡ്യൂളുണ്ട്. അതൊരു പഞ്ച് ഹോൾ സെറ്റപ്പിലാണ് ആക്ച്വലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 3.5mm ഒരു ഓഡിയോ ജാക്ക് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലുള്ള കുറേയധികം ഫോൺസ് നമ്മൾ ആക്ച്വലി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ 3.5mm ഒരു ഓഡിയോ ജാക്ക് അവൈലബിൾ ആണ്. ബട്ട് റിയൽമി X3ലേക്ക് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു Type C പോർട്ടുള്ള, അതായത് ജാക്കുള്ളൊരു ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർഫോൺസ് വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ TWS അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലൂടൂത്ത് ആയിട്ടുള്ള സാധനം വാങ്ങേണ്ടി വരും. ഇനി അല്ല നിങ്ങൾക്കൊരു കുറച്ചധികം പൈസ സ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി ഒരു 3.5mm ഓഡിയോ ജാക്കുള്ളൊരു ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഇയർഫോൺസോ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു Type C to 3.5mm ഓഡിയോ ജാക്ക് കൺവേർട്ടർ വാങ്ങേണ്ടി വരും. അത് വാങ്ങിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കമ്പനി ഡിച്ച് ചെയ്ത് എന്തായാലും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് ആക്ച്വലി തോന്നിയിട്ടില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലുള്ള കുറേയധികം ഫോൺസ് ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലൊക്കെ ഉള്ള ഫോണിലേക്കാണെങ്കിൽ അവർ സ്ലോലി അതൊരു എന്താ പറയുക ഒരു ഫെയ്ഡ് ആയിട്ടുണ്ട്. ബട്ട് അഗെയിൻ ഈ ഒരു മിഡ് ലെവലിലേക്ക് വരുമ്പോൾ ഈ ഒരു 3.5mm ഓഡിയോ ജാക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലതായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ എക്സ്റ്റീരിയർ ലുക്സും അതേപോലെ തന്നെ ബിൽഡും ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി നമ്മൾ റിയൽമി X3 ഡിസ്പ്ലേ സൈഡ് ഓഫ് തിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6.6 ഇഞ്ചിൻ്റെ ഒരു LCD IPS പാനലാണ്. അപ്പോൾ നമുക്ക് ഒരു AMOLED പാനലല്ല ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതേ പ്രൈസ് സെഗ്മെൻറ്റിലുള്ള K20 Pro അങ്ങനത്തെ കുറച്ച് ഫോൺസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ബട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധാ LCD ഡിസ്പ്ലേ ആണ്. ബട്ട് ഈ ഒരു പാനലിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതാണ്. കളർ റീപ്രൊഡക്ഷനൊക്കെ അത്യാവശ്യം നല്ലതാണെങ്കിലും നമ്മളുടെ ഒരു AMOLED പാനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഡീപ്പ് കളേഴ്സ്, അതായത് വൈബ്രൻറ്റും ആയിട്ടുള്ള കളേഴ്സ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ബട്ട് ഒക്കെ നമുക്ക് ഈ ഒരു 120 Hz റിഫ്രഷ് റേറ്റും എല്ലാം കൂടി കപ്പിൾ ചെയ്ത് വരുമ്പോഴത്തേനും ഈ ഒരു LCD പാനൽ അത്യാവശ്യം അടിപൊളിയാണെന്ന് നമുക്ക് പറയാനുണ്ട്. ബട്ട് ഇത് ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയ ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷൂട്ടിന് വേണ്ടി ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടി പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ബ്രൈറ്റ്നസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 480 nits മാത്രമാണ്. അപ്പോൾ അത് പ്രിറ്റി ആവറേജ് ആണ്. നമ്മളൊരു ഹാഷ് ഡേ സൺലൈറ്റ് സിറ്റുവേഷനിലൊക്കെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് വ്യക്തമായിട്ട് ഈ സ്ക്രീനിലത്തെ കാര്യങ്ങൾ കാണാതെ വരികയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ K20 ഉള്ള 600 nitsൻ്റെ ആ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേയും അതേപോലെ തന്നെ റിയൽമി X3 ആ ഒരു 480 nits ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേയും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. അതായത് എക്സ്ട്രീം ഡേ ഹാഷ് സൺലൈറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിൽ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് ഈ ഒരു
X3ൻ്റെ പാനൽ അത്രയധികം ബ്രൈറ്റ് അല്ല എന്ന് തന്നെയാണ് പറയാൻ. അത് ബ്രൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കണ്ടൻസ് ഒക്കെ സ്ക്രീനിലുള്ള കണ്ടൻസ് ഒക്കെ വ്യൂ ചെയ്യാൻ നല്ലധികം നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കേസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20:9 ആണ്. പിന്നെ ഒരു പിക്സൽ ഡെൻസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 339 പിക്സൽ ഡെൻസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുന്നത് നമുക്ക് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സേഫും സെക്യൂറും ആണ്. അതുപോലെ തന്നെ റിജിഡും ടൈറ്റും ആണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ആദ്യമേ പറഞ്ഞ പോലെ നമുക്ക് ടോപ്പിലായിട്ട് നമുക്ക് ആ ഒരു പഞ്ച് ഹോൾ കട്ടൗട്ട് നമുക്ക് ഈ വിത്തിൻ ദ സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സെക്ഷനിലേക്ക് വരുമ്പോഴത്തുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ ഇൻ്റർണൽസിലേക്ക് എടുക്കാം. അപ്പോൾ ഈ ഫോൺ ആക്ച്വലി പവർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 855 പ്ലസ് എന്ന് പറഞ്ഞ ആ ഒരു ചിപ്പാണ്, SoC ആണ്. അപ്പോൾ ഇതൊരു 7 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. അപ്പോൾ ഇതിലൊന്ന് GPU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Adreno 640 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലാസ്റ്റ് ഇയർ ഇത്തെ ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 855 പ്ലസ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റിൽ ഈ ഒരു വർഷത്തിൽ നമ്മൾ നോക്കുമ്പോഴും പ്രിറ്റി ഗുഡും സോളിഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തരുന്ന ഒരു അടിപൊളി പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 855 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റാം ആൻഡ് സ്റ്റോറേജ് വേരിയൻറ്റിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ് ടു 256 GB വരെ ഇതിൻ്റെ ഓൺ ബോർഡ് സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നമുക്ക് ഇതിൻ്റെ റാം വേരിയൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 6 GB 8 GB വേരിയൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു ആർട്ടിക് വൈറ്റ് വേരിയൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ആക്ച്വലി 6 GB റാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ മൾട്ടി ടാസ്കിങ്, ഗെയിമിംഗ് അങ്ങനത്തെ കുറേയധികം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വർക്ക് ഞാൻ ഈ ഒരു ഫോണിൽ വർക്ക് ലോഡ് കൂടുതലുള്ള കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പറയത്തൊക്കെ വയ്യ, അതായത് ഇതിലുള്ള പെർഫോമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൺമാച്ചബിൾ ആണത്. ഓൾ താങ്ക്സ് ടു 855 പ്ലസ് നമുക്ക് കുറച്ച് സോളിഡ് ആയിട്ടുള്ള അടിപൊളി പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ PUBG മൊബൈലൊക്കെ കളിക്കാൻ നേരത്തെ നമുക്ക് ആക്ച്വലി കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HDR തന്നെ നമുക്ക് എക്സ്ട്രീം ഫ്രെയിം റേറ്റ് ഇട്ടിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ സിൽക്കി സ്മൂത്താണ്, ലാഗോ കാര്യങ്ങളോ ഫ്രെയിം സ്റ്റട്ടറിങ്ങോ ടിയറിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ റെൻഡറിങ് ആപ്സ് അത് പ്രീമിയർ റഷ് ഒക്കെ യൂസ് ചെയ്ത സമയത്തും എനിക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിരുന്നു, ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ മൾട്ടി ടാസ്കിങ് ബാക്ക്ഗ്രൗണ്ട് ആപ്സും എല്ലാം കുറേയധികം ആപ്സിന് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സംഭവം അത് റിയൽമി X3 എന്ന് വെച്ചാൽ അടിപൊളി ഒരു പവർ ഹൗസ് തന്നെയാണ്. ഇപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒട്ടും ഡിസപ്പോയിൻറ്റ് ആവില്ല എന്ന് വേണം പറയാൻ വേണ്ടി. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റോറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ UFS 3.0 ആണ്, 2.1 അല്ല. അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ചധികം റീഡ്രൈറ്റ് സ്പീഡ്സോ കുറച്ച് കൂടുതൽ കിട്ടാൻ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേയധികം ഫോൺസിൽ കാണാത്ത ഒരു ലിക്വിഡ് കൂളിംഗ് ടെക്നോളജി റിയൽമി ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഫോൺ അധികം നമ്മൾ കുറേയധികം ഗെയിം കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോൺ അത്രയധികം ഹീറ്റ് ആവുന്ന ഒരു ഇഷ്യൂസ് നമുക്ക് വരുന്നില്ല. അപ്പോൾ ഓൾ താങ്ക്സ് ടു ദാറ്റ് റിയൽമിൻ്റെ തന്നെ ആ ഒരു പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ഒരു വാട്ടർ കൂളിംഗ്, അതായത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റമാണ് ഇതിന് കാരണം. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഹീറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ജനറലി അത്ര ഞാൻ കുറേയധികം നേരം ഗെയിം കളിച്ചിട്ടും ഒരു 2-3 hours ഒക്കെ കണ്ടിന്യൂസ് ഗെയിം കളിച്ചിട്ട് എനിക്ക് അത്രയും ഹീറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കേസ് ഇല്ലാതെ തന്നെയാണ് ഞാൻ കളിച്ചത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാറ്ററി സൈഡ് ഓഫ് തിങ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 4200 mAh ഒരു ബാറ്ററിയാണ് കിട്ടുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 hours ആ ഒരു റേഞ്ചിലുള്ള ഒരു സ്ക്രീൻ ഓൺ ടൈം എനിക്ക് പേഴ്സണലി കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ഒരു ഫോണിൻ്റെ അത് 5 hours എന്നൊക്കെ ഒന്ന് പ്രിറ്റി ഗുഡ് എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഒരു ഇത്രയധികം പവർഫുൾ ആയിട്ട് പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രിറ്റി ഗുഡ് റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇത് ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ആ ഒരു ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്ത് എനിക്ക് ഒരു ഓൾമോസ്റ്റ് 1 hour 10 minutes ഒക്കെ ആയിട്ട് ഈ ഫോൺ ഫുള്ളി നമുക്ക് 0 to 100 ചാർജ് ചെയ്യാൻ പറ്റും. അതും ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സ്പീക്കർ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു മോണോ സെറ്റപ്പാണ് ഇതിൽ. അത് ഒറ്റൊരു സ്പീക്കർ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, ബോട്ടം ഫയറിങ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ജനറേഷനിലുള്ള ഇത് റിയൽമി X2 Pro ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്കൊരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ റിയൽമി X2 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൗൺ ഗ്രേഡ് ആണ് ആക്ച്വലി. ബട്ട് അഗെയിൻ സ്പീക്കറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു സ്പീക്കർ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യേണ്ട. പിന്നെ കോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓൺ പോയിന്റ് ഡീസൻറ്റ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് കുഴപ്പമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൈക്ക് ക്വാളിറ്റിയും ഡീസൻറ്റ് ഇനഫ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ UI-ലേക്ക് വരാം. അപ്പോൾ ഇതിൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ് റൺ ചെയ്യുന്നത്. ഇതിൻ്റെ UI വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽമി UI 1.0 ആണ്. അപ്പോൾ പഴയ ഈ നമ്മളുടെ റിയൽമി ഫോൺസിലൊക്കെ വരുന്ന UI ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ വേ ബെറ്റർ ആണ് ഈ റിയൽമി UI എന്ന് നമുക്ക് പറയാനുണ്ട്. കുറച്ചധികം സ്റ്റോക്ക് ആൻഡ്രോയിഡിഷ് ആണോ എന്ന് വെച്ചാൽ കൈൻഡ് ഓഫ് ആണ്, എന്നാൽ അത്രയധികം അല്ല. ഇതിൻ്റെ ഐക്കൺസിൻ്റെ ഷേപ്പും കാണുന്നൊന്നും വലിയ ഫാനല്ല ഞാൻ. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലീൻ ആണ്, കുറച്ചുകൂടി ഡീക്ലട്ടേഡ് ആണ്, കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എന്താ ഒരു വൃത്തി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. പണ്ടത്തെ ഈ റിയൽമി ഫോൺസിലൊക്കെ വരുന്ന UI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ റിയൽമി UI എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു ബ്ലോട്ടായിട്ടുള്ള ആ പഴയ UI ഒന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിയൽമി UI അത്യാവശ്യം നല്ലതാണ്. ആൻഡ് നമ്മൾ കുറേ കോമ്പറ്റീഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലീനസ്റ്റും ആ ഒരു എന്താ പറയുക ഒരു ഡീക്ലട്ടേഡ് UI എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും ഈ റിയൽമി X3 കിട്ടുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ UI ആൻഡ് അതർ സോർട്ട് ഓഫ് സ്റ്റഫ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഒരു ക്യാമറ സൈഡ് ഓഫ് തിങ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്കിലേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 64 മെഗാ പിക്സലിൻ്റെ f1.8 ഒരു വൈഡ് ലെൻസ് കിട്ടുന്നത് പ്രൈമറി ഷൂട്ടറാണത്. അതൊരു സാംസങ് സെൻസറാണ്. പിന്നെ ഒരു 12 മെഗാ പിക്സലിൻ്റെ f2.5 ഒരു 2 ടൈംസ് ഒപ്റ്റിക്കൽ സൂം ഉള്ള ഒരു ലെൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.3 ഒരു അൾട്രാ വൈഡും അതേപോലെ തന്നെ 2 MB ഒരു f2.4 ഉള്ള ഒരു മാക്രോ ലെൻസ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റീസിനെ കുറിച്ചൊക്കെ പറയാൻ നമുക്ക് 4K 60 FPS 30 FPS അതേപോലെ തന്നെ 1080p വീഡിയോസ് 1360 അതേപോലെ തന്നെ 720 960 FPS കാരണം നമുക്ക് ഈ ഒരു ഷൂട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ സെഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കിട്ടുന്നത്. ഒരു 16 മെഗാ പിക്സലിൻ്റെ അതേപോലെ തന്നെ 8 മെഗാ പിക്സലിൻ്റെ 2 സെൻസേഴ്സാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത്. ആ ഒരു പിൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു പഞ്ച് ഹോൾ കട്ടൗട്ടാണ് ആക്ച്വലി നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡീസൻ്റ് ആണ്. ഒരു മിക്സഡ് ഒരു ഫീലിംഗ്സ് ആണ് എനിക്ക് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിൽ ആക്ച്വലി ഒരു 64 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറേ എക്സ്പെക്ട് ചെയ്തു. കുറച്ചുകൂടി അധികം ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു ക്യാമറയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ആക്ച്വലി കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് അത് റിയൽ ലൈഫ് യൂസേജിൽ എനിക്ക് നോക്കുമ്പോൾ ഡീറ്റെയിൽസും അത്രയധികം ഷാർപ്പും അത്രയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് ഒന്നും ഇതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡീസൻറ്റ് ഒരു പിക്ചർ അതായത് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കളർ കറക്ഷനും അതായത് കളർ ഔട്ട്പുട്ടും റീപ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓൺ പോയിന്റ് ആണ്. പക്ഷേ ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മെയിൻ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ സീൻ എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അപ്പോൾ അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്തിട്ട് വൈബ്രൻറ്റും സാച്ചുറേറ്റഡും ആക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സീൻ ഓട്ടോമാറ്റിക് ഡിറ്റക്ഷനാണ്. ഈ സീനറി അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓട്ടോമാറ്റിക്കായി ഡിറ്റക്ട് ചെയ്തിട്ട് ഇത് കുറച്ചുകൂടി വൈബ്രൻ്റ് ആക്കാനൊക്കെ സോഫ്റ്റ്വെയർ പ്രോസസ്സിങ്ങിലൂടെ ശ്രമിക്കുന്നുണ്ട് ആക്ച്വലി. അപ്പോൾ ഇതിലുള്ള ക്യാമറയുടെ സൂം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമുക്ക് 20 ടൈംസ് വരെ പോകാൻ പറ്റും. 20 ടൈംസ് വരെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇതും കൊണ്ട് ഒരു യൂസും തന്നെ ഇല്ല. ഒരു VGA ക്യാമറേൻ്റെ അത്ര ഉള്ളൊരു ക്വാളിറ്റി മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. ഭയങ്കര അധികം നോയ്സിയാണ്, അതേപോലെ തന്നെ പിക്സലേറ്റഡ് ആണ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ആവറേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ക്യാമറയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺലി ഒരു ഫോൺ എടുക്കുന്നതിനുണ്ടെങ്കിൽ എന്തായാലും ഒരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫ്രണ്ട് ക്യാമറേൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി ഫോട്ടോസ് ഉണ്ടെങ്കിൽ പോലും അത്രയധികം അപ് ടു ദ മാർക്ക് എന്ന് പറയാൻ പറ്റില്ല. അഗെയിൻ കുഴപ്പമില്ലാത്ത വിധത്തിൽ അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് ആൻഡ്രോയിഡ് ഫോൺസിലുള്ള പോലെ തന്നെ ഒരു ഫ്രണ്ട് ക്യാമറ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇതിൽ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്ന രീതിയിൽ റിയൽമി X3നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻ ഓക്കെ ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബട്ട് ഈ ഒരു 25K സബ് റേഞ്ച് അല്ലെങ്കിൽ ഒരു അണ്ടർ 30K നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനും ബെറ്റർ ഓപ്ഷൻ ആക്ച്വലി നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് കാര്യം. നമ്മൾക്ക് ഇതിൽ വരുന്ന ചിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 855+ ആണ്. ബട്ട് നമ്മൾ 1 year ഓൾഡ് ആയിട്ടുള്ള ഒരു റെഡ്മി K20 Pro ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറുതായിട്ടൊന്ന് റെഡ്മി K20 Proൻ്റെ സൈഡിലേക്ക് ഞാൻ കുറച്ച് ചെരിഞ്ഞിരിക്കുകയാണെന്ന് പറയുന്നത്. കാരണം നമുക്ക് അത്രയധികം കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് ആക്ച്വലി K20 Proയിൽ തന്നെ കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി അതേപോലെ തന്നെ ഡിസൈൻ ബേസ് ഉള്ള കാര്യങ്ങൾ, UI എക്സ്പീരിയൻസ്, ബാറ്ററി ലൈഫ് ഇതിലൊക്കെ അത്യാവശ്യം എക്സൽ ചെയ്യുന്നുണ്ട് റിയൽമി X3 എന്ന് പറയുന്നത്. ബട്ട് എൻ്റെ കോൺസ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാമറ പെർഫോമൻസ് അപ് ടു ദ മാർക്കല്ല, ഒരു ഔട്ട്ഡേറ്റഡ് ഡിസൈനാണ്. ബട്ട് ഡിസൈൻ ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. ബട്ട് ഒരു ക്വാളിറ്റി അല്ല, ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മൾ കുറേ ഫോൺസിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ക്യാമറ പെർഫോമൻസ് ഡീസൻ്റ് അല്ല, ഒരു ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ആ ഡിസ്പ്ലേ ബ്രൈറ്റ്നസിൻ്റെ കാര്യം എന്തായാലും പറയാതിരിക്കാൻ വയ്യ. കാരണം 480 nits നമ്മളൊരു ഹാർഷ് ഡേ സൺലൈറ്റൊക്കെ യൂസ് ചെയ്യണം, നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഡിസ്പ്ലേൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ഈ ക്യാമറ എടുത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് എനിക്ക് സ്ക്രീനുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ അതൊരു വളരെ ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഒരു ഡീസൻറ്റ് ഫോൺ ഫോർ sub 30K റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ PUBG ഗെയിമിങ്, മൊബൈൽ ഗെയിമിംഗ് എല്ലാം കളിക്കുമ്പോൾ ഒക്കെ നല്ല സൂപ്പർ സ്മൂത്താണ്. നമുക്ക് PUBG ഒക്കെ എക്സ്ട്രീം നമുക്ക് HDR തന്നെ എക്സ്ട്രീം സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വളരെ വലിയ കാര്യം തന്നെയാണ്. ഫ്ലൂയിഡിക് ആയിട്ടാണ്, ലാഗോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആ കാര്യത്തിലേക്ക് വരുമ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും റിയൽമി X3ൽ എനിക്ക് പറയത്തക്ക ഒരു കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഈ ക്യാമറ സൈഡും മറ്റേ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾക്കാണ് കുറച്ചുകൂടി ഡിസ്പ്ലേ കാര്യങ്ങൾക്കാണ് കുറച്ചുകൂടി ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് എന്തായാലും റിയൽമി X3നെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും കാണാം.